ചാറ്റിംഗ് വിത്ത് വോയിസ് ബഡ്ഡി. തങ്ങളുടെ പ്രവർത്തന മേഖലയുടെ ഭാഗമായിട്ട് ശബ്ദം ഉപയോഗിക്കുന്ന വ്യത്യസ്ത പ്രതിഭകളെയാണ് ചാറ്റിംഗ് വിത്ത് വോയിസ് ബഡ്ഡിയിലൂടെ അവരുടെ കഥകളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. അതെ, സ്നേഹം വാരി വിതറി മലയാളിയുടെ രുചിക്കൂട്ട് ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ചിട്ടുള്ള ഷെഫ് പിള്ളയാണ് ചാറ്റിംഗ് വിത്ത് വോയിസ് ബഡ്ഡിയിൽ നമ്മളോടൊപ്പം ഇന്നത്തെ ഇതിൻ്റെ ആദ്യ എപ്പിസോഡിൽ. വാം വെൽക്കം പ്രിയപ്പെട്ട സുരേഷ് ഏട്ടാ, ഷെഫ് പിള്ള. യെസ്, ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള ശബ്ദങ്ങളും അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നോട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളുടെ ഹൃദയത്തെ കീഴടക്കുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ശബ്ദം കൊടുക്കുന്നത്, അല്ലെങ്കിൽ മുമ്പും എങ്ങനെയാണ് ആ ഒരു കഥ ഒന്ന് പറയുമോ? ജസ്റ്റ് വീഡിയോ തുടങ്ങുന്നതിൻ്റെ കഥ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു എപ്പിസോഡിൽ വരാൻ പറ്റി. അതുപോലെ കുറേ എനിക്ക് നേരത്തെ ബ്രോ പറഞ്ഞ പോലെ ഈ ഒരു ശബ്ദത്തിൻ്റെ എന്താണ് പ്രാധാന്യം എന്നൊന്നും അത്ര അറിയില്ല. നിങ്ങളുടെ കുറേ വീഡിയോ കണ്ടപ്പോഴാണ് ഇത് മനസ്സിലായത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നും. അപ്പോൾ ആ രീതിയിലൊരു മെസ്സേജൊക്കെ അയച്ചാണ്. അതിനുശേഷം ഇങ്ങനൊരു എപ്പിസോഡ് അല്ല, ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടൊരു സംഭവം ചെയ്യുക, എൻ്റെ ഒരു ആദ്യത്തെ ഗസ്റ്റായിട്ട് വരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതിൽ സന്തോഷമാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് കോവിഡ് ടൈമിലാണ്. അതിന് മുമ്പൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ റെസിപ്പി വീഡിയോസ് ഒക്കെ ചെയ്യുമെങ്കിൽ ഒരിക്കലും ശബ്ദമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലുമൊക്കെ പാട്ട് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വലിയൊരു ഇമ്പോർട്ടൻസോ അല്ല നമ്മുടെ ശബ്ദത്തിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ കേട്ടിട്ടുമില്ല. വേറെ എങ്ങും ഞാൻ ഇംഗ്ലണ്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ അവിടെ നമുക്ക് മലയാളത്തിൽ അങ്ങനെ വലിയ കാര്യങ്ങളോ പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഈ കോവിഡ് ടൈമിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ വെറുതെ ഒരു രസത്തിന് എൻ്റെ ബാക്കിലൂടെ പറഞ്ഞിങ്ങനെ നോക്കി. അത് കേട്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കര ഒരു അരോചകമായിട്ട് തോന്നി. അങ്ങനെ എങ്ങനെയോ ഇട്ടു. അത് പിന്നെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന നിലയിലേക്ക് പോവുകയും പിന്നെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന മലയാള ഭാഷയിൽ റെസിപ്പി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയതായിരിക്കാം ഒരു പക്ഷേ ആളുകൾക്ക് ഇത്ര ഇഷ്ടമായെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അതിൽ ഇപ്പം ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ ശബ്ദം നമ്മുടെ ഉള്ളിലുള്ള ക്യാരക്ടർ കൂടിയാണ് ഒരാളുടെ ശബ്ദമായിട്ട് അല്ലെങ്കിൽ വാക്കുകളായിട്ട് പുറത്തു വരിക എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെറിയ കാലത്തെ നേരിട്ടുള്ള സുരേഷേട്ടനായിട്ടുള്ള പരിചയത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ആ പറഞ്ഞ വാക്കുകളൊന്നും ഭംഗി വാക്കുകളായിരുന്നില്ല. അതിൽ ഒരു വ്യക്തി, സുരേഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്നേഹം ഉണ്ടായിരുന്നു. ആ പറയുന്ന കൂട്ടുകാരെ നിന്ന് വിളിക്കുന്നിടത്ത് സ്നേഹത്തോട് കൂടിയിട്ടുള്ളൊരു വിളിയായിരുന്നു എന്നുള്ളത് ആ വാക്കിൽ നിന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സുരേഷേട്ടൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ, സഫാരി ചാനലിലൊരു ഇൻ്റർവ്യൂവിൽ പറയേണ്ടായിരുന്നു, പണ്ട് കുട്ടിക്കാലത്ത് ഒരുപാട് ജോലിയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിട്ട് നടന്ന സമയത്ത്, ജോലി അന്വേഷിച്ച് നടന്ന സമയത്ത് ഷെഫ് കിങ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ മണി സാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ പോയൊരു കഥ പറഞ്ഞിരുന്നല്ലോ. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുമോ? എങ്ങനെയായിരുന്നു? അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം പറഞ്ഞു, അത് സുരേഷേട്ടൻ്റെ ഒരു പ്രസൻറ്റേഷനാണ്. ആ ഒരു ജോലിക്ക് വേണ്ടി പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്തൊരു സ്റ്റൈല് അദ്ദേഹത്തിന് വലിയ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എന്താണ് ആ ഒരു അനുഭവം എന്ന് പറയുമോ? ആ ഒരു അനുഭവം ശരിക്കും ഞാനിങ്ങനെ ഒരു ജോലി അന്വേഷിച്ചിങ്ങനെ നടക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു 17 year ഓൾഡാണ്. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. അപ്പം വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്തേ മതിയാവൂ എന്നൊരു നിർബന്ധപൂർവ്വമാണ് ഇങ്ങനെ ജെറോം നഗറിൽ പോവുകയും പല ഷോപ്പുകളിലൊരു ജോലി ചോദിച്ചു. അവിടെ എല്ലാം നമ്മളെ നിരസിക്കപ്പെട്ടു. അപ്പോൾ അവസാനത്തെ ഓപ്ഷനായിട്ട് ഉള്ളതാണ് അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹമില്ലായിരുന്നു. അങ്ങനെ എല്ലാ കടകളിലും പോയി അവിടെ നിന്നെല്ലാം നമ്മളെ തിരസ്കരിച്ചു. അപ്പോൾ ലാസ്റ്റ് ഒരാൾ പറഞ്ഞ് അവിടെ ചിലപ്പം ചോദിച്ചാൽ ഒരു ജോലി കിട്ടും. അങ്ങനെ ഞാൻ രാവിലെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ണ് ഉറക്കം ഉളച്ചിട്ട് ഒരു സ്ലിപ്പർ ചെരുപ്പൊക്കെ ഇട്ട് ആ ഒരു അന്നത്തെ ഇത് എനിക്ക് തോന്നുന്നു 95, 96 ആണെന്ന് തോന്നുന്നു. ആ ഒരു കാലഘട്ടമാണ് 93, 94. ആ ഒരു സമയത്ത് രാവിലെ ചെല്ലുമ്പോൾ ഇദ്ദേഹം അവിടുത്തെ മാനേജറാണ്, മണി സാർ, പാലക്കാട് ഉള്ളതാണ്. അദ്ദേഹം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കഴിക്കുക. അപ്പോൾ അവിടെ 1-2 സ്റ്റാഫ് ഇങ്ങനെ ക്ലീനിങ് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവാൻ 12 മണിയാവുമല്ലോ. ഞാനൊരു രാവിലെ 8 മണിയോട് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ അവിടെ ചെന്ന് കയറിയതാണ്. രാവിലെ തന്നെ ജോലിയൊക്കെ ചോദിച്ചാൽ അങ്ങനെ അദ്ദേഹത്തോടെ വന്ന് ചെന്നു. അങ്ങനെ ജോലി വേണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ശരിക്കും അവിടെ ഒരു വേക്കൻസി ഇല്ല. അത് പിന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. ആ കഥകളൊക്കെ പറഞ്ഞു എന്താണെന്നുള്ള ചോദിച്ചപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു, സാർ എനിക്കൊരു ജോലി വേണം, ഞാനിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എന്ത് നിനക്കറിയാം എന്നൊക്കെ ഉള്ള 1-2 ബേസിക് ആയിട്ടുള്ള കാര്യം, എവിടെയാണ് വീട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഒരു ഭാഷയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അല്ലാതൊരു കൗതുകമുണ്ടല്ലോ, എന്തുട്ടാ എന്നൊക്കെയുള്ള ആ സ്റ്റൈലാണ്. നമ്മളങ്ങനെ അത്ര കൊല്ലത്ത് ആ ഒരു രീതിയിൽ ഇന്ന് നമുക്ക് വളരെ എല്ലാ രാജ്യത്തെയും ഏതൊക്കെ സ്ലാഗ് ഉണ്ട് ഇതൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ അത് ആദ്യമായിട്ട് കേൾക്കുന്ന കൗതുകത്തിൽ ഇങ്ങനെ അദ്ദേഹത്തോട് നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയും ഈ ചോദിച്ചു ജോലി. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ തട്ടുകടയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞതിൻ്റെ ആ ഒരു യങ് ബോയ് പോയി ഒരു ജോലി അന്വേഷിക്കുന്ന കാരണത്തിൽ അദ്ദേഹം പറഞ്ഞു ശരിയെങ്കിൽ നാളെ മുതൽ കയറിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ ജോലി കിട്ടുന്നത്. ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു നമ്മളവിടെ വളരെ സത്യസന്ധമായിട്ട് ചില സമയങ്ങളിൽ
നമുക്കൊരു ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ പലതും ഹൈഡ് ചെയ്യേണ്ടി വരും. ചില സമയത്ത് പല കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷേ എപ്പോഴും എൻ്റെ ഒരു അനുഭവത്തിൽ ബി ഹോണസ്റ്റ് ആയിട്ട് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്താൽ ലോങ് വേർഷൻ അത് എപ്പോഴും നമ്മളെ നല്ല കാര്യത്തിൽ തന്നെ പോകും. അല്ലാതെ ഒരു ഷോർട്ട് ഫോമിൽ നമുക്ക് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് എനിക്കറിയാം അത് അവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ പറ്റും, വേണമെങ്കിൽ നമുക്ക് ഫേക്ക് ചെയ്തിട്ട് വേണമെങ്കിലും പല കാര്യങ്ങളും അറിയാത്തത് അറിയുന്ന രീതിച്ച് സംസാരിക്കാനൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് നമ്മളിപ്പോൾ ഒരു എംപ്ലോയർ ആയപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുക. പക്ഷേ ഒരു ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു യൂണിക് ആയിട്ടുള്ള കാര്യം അവർക്ക് മനസ്സിലായാൽ അത് മാത്രം മതി, ബാക്കിയൊക്കെ ഉള്ള. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ആ ഒരു അതുകൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും ആ അഷ്ടമുടിയുടെ തീരത്തുള്ള ആ കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചിട്ടുള്ള സുരേഷ് എന്ന് പറയുന്ന കുഞ്ഞ് മിടുക്കനായ ഒരു ചെറുപ്പക്കാരെന്ന് മീൻസ് കുട്ടിയിൽ നിന്ന് ഇന്ന് ഇത്രയും വലിയ ലോകത്തിൻ്റെ പലയിടങ്ങളിലായിട്ട് റെസ്റ്റോറൻറ്റുകളുള്ള സ്നേഹം വാരി വിതർന്നോട് അത്രയും രുചികരമായ ഭക്ഷണവും ലോകത്തിന് മുഴുവൻ, മലയാളിക്ക് മാത്രമല്ല, ഇന്ന് മലയാളിക്ക് മാത്രം സ്വന്തമല്ല ഷെഫ് പിള്ള, ആ രീതിയിലേക്കുള്ളൊരു ജേണി ഉണ്ടല്ലോ. ആ ജേണി വളരെ ചുരുക്കി പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. എന്നാലും എന്താണ് ആ ഒരു കഥ എന്ന് പറയുന്നത്? എനിക്കിപ്പോൾ തിരിച്ചാലോചിക്കുമ്പോൾ ഈ കാര്യം ഇവിടെ ഈ ഒരു സ്റ്റേജിൽ നിന്നിട്ട് ബാക്കോട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതകരമായ കാര്യമായിട്ടാണ്. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് ഈ പറഞ്ഞ കൊല്ലം ജില്ലയിൽ അഷ്ടമുടി കായലിൻ്റെ തീരത്തുള്ള ചവറ തെക്കുംഭാഗം എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെയാണ് ജനിച്ച് വന്നത്. അന്നത്തെ കാലത്തെ സാധാരണ ഒരു മലയാളി പയ്യൻ്റെ അതേ ആഗ്രഹങ്ങളൊക്കെ മാത്രമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ നമ്മളെങ്ങനെയെങ്കിലും സ്കൂളിൽ പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോകണം, കോളേജിൽ പോയിട്ട് PSC ടെസ്റ്റൊക്കെ, അന്നാണ് PSC ഒക്കെ ഇങ്ങനെ നമ്മുടെയൊക്കെ മനസ്സിലേക്കൊക്കെ വരിക. ഒരു ടെസ്റ്റ് എഴുതി ഒരു സർക്കാർ ഉദ്യോഗം നേടുക, അല്ലെങ്കിൽ ഗൾഫിൽ പോവുക. ഇതൊക്കെയാണ് നമ്മളൊരു 8ാം ക്ലാസ് മുതലേ മനസ്സിലൊരു ഹൈസ്കൂളിൽ എത്തുമ്പോൾ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ നെക്സ്റ്റ് നമ്മുടെ തൊട്ട് മുമ്പുള്ള ആൾക്കാർ ചെയ്യുന്ന ആ ഒരു മൈൻഡ് സെറ്റ് മാത്രമേ ഉള്ളൂ. ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് കൂടി ഒരു സർക്കാർ ജോലി കിട്ടിയാൽ വലിയൊരു സംഭവമാണ്. അതല്ലെങ്കിൽ പേർഷ്യയിൽ പോവുക, ദുബായിൽ എവിടെയെങ്കിലും പോയി ഒരു ജോലി ചെയ്യുക, കല്യാണം കഴിക്കുക, വീട് വയ്ക്കുക, ഇങ്ങനെയൊക്കെ അതിൻ്റെ അപ്പുറമുള്ള ആഗ്രഹങ്ങളൊന്നുമില്ലാതെ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വന്ന കുറേ സംഭവ വികാസങ്ങൾ നമ്മളെ മാറ്റി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ, അതിൻ്റെ സാധ്യതകൾ നമുക്ക് ശ്രമിക്കാൻ പറ്റിയാൽ എന്തൊക്കെ ആവാൻ പറ്റും എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമായിട്ട് എനിക്കിപ്പോൾ തിരിച്ചു തോന്നി. അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ സെറ്റിൽ ചെയ്യപ്പെടേണ്ട ഒരാൾ മാത്രമായിരുന്നു. അല്ലാതെ ഒരു എക്സ്ട്രാ ഓർഡിനറി കഴിവോ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി അക്കാഡമിക്സോ ഒന്നുമില്ല. നമുക്ക് നോർമലി ഒരു സാധാരണ എന്തൊക്കെ ആ കാലഘട്ടത്തിലുള്ള ഒരു 90% യങ്സ്റ്റേഴ്സിന് എന്തൊക്കെ കഴിവുണ്ടോ അത് മാത്രമുള്ളവരാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ ഈ പറഞ്ഞ ജോലിയിലേക്ക് എത്തപ്പെടുകയും തന്നെ ചോദിച്ച് ഒരു 17 വയസ്സിലൊക്കെ ഇപ്പോൾ പോലും ഞാനിങ്ങനെ പലരും നമ്മുടെ അടുത്തൊരു ജോലിക്ക് പലരുടെയും പല റെക്കമെൻഡേഷനുണ്ട്. എത്ര പേര് ഡയറക്റ്റ്ലി പോയി അപ്രോച്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ജോലി ഇല്ലാതിരിക്കാൻ അവരുടെ അങ്കിൾസ് വിളിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പരിചയക്കാർ വിളിക്കുന്നു. എൻ്റെ അടുത്ത് തന്നെ പല ആൾക്കാരും വരുമല്ലോ. അപ്പോൾ ഞാൻ ഇവർക്ക് എന്തുകൊണ്ട് ഡയറക്റ്റായിട്ട് പോയി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് ബ്ലോക്ക് എന്താണ്? നമ്മൾ സ്വന്തമായിട്ട് ഇറങ്ങിയാൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ആണ് ഈ ലോകത്ത് മുഴുവനുള്ളത്. അപ്പോൾ അതൊക്കെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അന്ന് ഞാൻ ആ എടുത്ത എഫർട്ട് എന്ന് നോക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ആ സെക്യൂരിറ്റി ജോലി പോലും കിട്ടിയത് ഈ ഒരു എഫർട്ടിൽ കൂടെയാണ്. അവിടെ നിന്നുകൊണ്ട് അടുത്തതിലേക്ക് പോകുന്ന ആ ഒരു യാത്ര, അവിടുന്ന് പിന്നീട് ഈ വെയിറ്ററായിട്ട്, ഒരു സാധാ വെയിറ്ററായിട്ട് കയറിയിട്ട് ഒരു ഹോസ്പിറ്റാലിറ്റി എന്താണെന്ന് അറിയാതെ പിന്നീട് കിച്ചണിൻ്റെ കുറേ ബാലപാഠങ്ങൾ പഠിച്ചിട്ട് അവിടുത്തെ ആ പഠിച്ച സമയത്താണ് നമ്മൾ മനസ്സിലാകുന്നത് ഇതെനിക്ക് കുറച്ചുകൂടെ എൻ്റെ ഒരു സ്കില്ലിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അന്നാണ് തിരി. അല്ലാതെ ഒരിക്കലും അല്ലെങ്കിൽ ഞാനൊരു ഗായകനായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് പാട്ട് പാടാൻ അറിയാം, എപ്പോഴെങ്കിലും ഒരു നല്ലൊരു ഗായകനാകണം എന്നൊരു ആഗ്രഹത്തോടെ നമുക്ക് വേണമെങ്കിൽ പോവാം. ഇപ്പം ഇതൊരു പാചകം എന്ന് പറഞ്ഞൊരു സംഭവം ഒരിക്കലും നമ്മുടെ ഫസ്റ്റ് ചിന്തയേ ഇല്ല. അപ്പോൾ അത് കിച്ചണിലേക്ക് എത്തിപ്പെടുമ്പോൾ അവിടുത്തെ ജോലിയും ബാക്കിയുള്ള എൻ്റെ ചുറ്റുപാടുള്ള മറ്റ് ഷെഫുമാരൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ അവരൊക്കെ പഠിച്ചു വന്നവരാണ്. അപ്പോൾ എനിക്കത് മനസ്സിലായി. ഞാൻ കുറച്ച് വർക്ക് ചെയ്ത് കുറച്ചുകൂടെ ട്രെയിൻ ചെയ്താൽ അവരൊപ്പം എത്താൻ പറ്റുന്ന സ്കിൽ സെറ്റ് എനിക്കുണ്ടെന്ന് തിരിച്ചറിയുകയും അതിനു വേണ്ടിയിട്ട് എഫർട്ട് ഇടുകയും ചെയ്തതാണ്. അപ്പം അത് കറക്റ്റായിട്ട് വന്നു. പിന്നീട് അതിനു വേണ്ട എന്തൊക്കെയാണ് ആഡപ്റ്റ് ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് നമ്മളുടെ ബലഹീനതകൾ മനസ്സിലാക്കുന്നു. എനിക്ക് ലാംഗ്വേജ്, ഭാഷ, മലയാളം അല്ലാതെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ ഈ ഒരു മേഖലയിൽ ഒരു ഷെഫൊക്കെ ആകുമ്പോൾ പല കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയാം. അപ്പോൾ അതൊരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് തിരിച്ചു പോയി പഠിച്ചെടുക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. പിന്നെ അല്ലാതെങ്കിൽ ഒരു ഡിഗ്രി ഉണ്ടാക്കുക, ആ വെറും 10ാം ക്ലാസ് മാത്രം പഠിച്ചിട്ട് പിന്നീട് ഇതിനെ പോയി ഒരു ഡിഗ്രി ഉണ്ടാക്കുക, അതും നടക്കാത്ത സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ വീക്ക് പോയിന്റ് ആണെന്ന് അറിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇതിനെ നമുക്ക് മറികടക്കാൻ എന്തൊക്കെ പ്ലസ് ആണ് ചെയ്യാൻ പറ്റുക, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വിദേശത്ത് പോകാൻ ഭയങ്കര ആഗ്രഹമായി. ഇത് മനസ്സിലായപ്പം അപ്പോൾ വിദേശത്ത് പോകണമെങ്കിൽ ഭാഷ വേണം, അന്ന് IELTS ഒന്നും ഇല്ലെങ്കിൽ പോലും കുറച്ചൊക്കെ ഇതൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിന് ശ്രമിക്കാണ്ട് വേറെ നിങ്ങളുടെ ആ കഴിവിലെ ഏറ്റവും എക്സ്പെർട്ട് എങ്ങനെ ആവാം,
അതിനെക്കുറിച്ചായ ചിന്തകളും അങ്ങനെ ആ രീതിയിൽ ചെയ്ത് ഓരോ സ്റ്റെപ്പായി ഓരോ 5 ഇയേഴ്സിൻ്റെ ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരികയും അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യം അല്ല അമേരിക്കയിൽ ഓസ്ട്രേലിയ ഇവിടെയൊക്കെ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അത് കൃത്യമായിട്ട് സംഭവിക്കുകയും പിന്നീട് എല്ലാം ഒരു ഭയങ്കര ഒരു അത്ഭുതം പോലെ നടക്കുകയാണ്. ഇപ്പം ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ 30 ഇയേഴ്സ് ആയി എൻ്റെ ഒരു കരിയർ. അപ്പോൾ ഈ 30 വർഷം ഓരോ 5 ഇയേഴ്സിലും എന്തെങ്കിലുമൊക്കെ കൃത്യമായ സംഭവങ്ങൾ ആ ഗ്രാഫ് ഇപ്പം തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ആ ചെയ്ത കാര്യങ്ങളെല്ലാം കറക്റ്റായിരുന്നു. അത് കറക്റ്റായ എൻ്റെ റിസൾട്ടുകൾ ഇങ്ങനെ ഒരിക്കലും ഇത് നമുക്ക് വിസിബിൾ ആവില്ല എന്നുള്ളത് എനിക്ക് ഏതൊരു യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത് കാര്യമാണ്. നമ്മളുടെ ഈ ഗ്രാജ്വലി ഉണ്ടാകുന്ന ഗ്രോത്തും അല്ലെങ്കിൽ നമ്മുടെ ഡൗൺഫോളും പെട്ടെന്ന് അറിയില്ല. അതെ അതെ. ഈ ഇന്ന് ചെയ്തത് ഒരു 7ാമത്തെ വർഷമായിരിക്കും ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഒരു 10 വർഷം കഴിയുമ്പോഴായിരിക്കും അറിയാം. ഈ 10 ഇയേഴ്സിൻ്റെ ഓവറോൾ ആയിരിക്കും ഒരു 15 ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുക. പിന്നീട് ആ 15 ഇയേഴ്സിൻ്റെ നേരെ ഒരു 20 ഇയേഴ്സ് കഴിയുമ്പോഴായിരിക്കും. പക്ഷെ ആ ഫസ്റ്റ് ഡേയിൽ ആദ്യം ചെയ്ത സംഭവമായിരിക്കും ഈ 20ാമത്തെ വർഷത്തെ ഇപ്പോഴത്തെ ഒരു സംഭവം. ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്തൊക്കെ പലരും വന്ന് പറയും, ഓ നിങ്ങൾ ഷെഫ് പിള്ള ഭയങ്കര സോഷ്യൽ മീഡിയയിൽ അതിൻ്റെയൊക്കെ ഗ്രോത്താണ്. പക്ഷെ അതിൻ്റെ എല്ലാം ബേസ് ഡേ 1ലും ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ബേസ് ഇല്ലാതെ നമുക്ക് അതിൻ്റെ മുകളിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് എല്ലാവരും കാണുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ആളുകൾ ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എന്നൊക്കെ പറയുമ്പോഴും ഈ 30 വർഷത്തെ ജേർണിയിൽ ഉണ്ടാക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇത്രയും രീതിയിലേക്കുള്ള റീച്ചിലേക്ക് അല്ലെങ്കിൽ ഇത്രയും ആളുകളിലേക്ക് എത്താനായിട്ട് തീർച്ചയായിട്ടും സഹായിച്ചിട്ടുള്ളത്. ആ രുചികരമായിട്ട് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ രുചികളെ ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റിയത്, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ. ഇപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് നിർവ്വാണം എന്ന് പറയുമ്പോൾ നമ്മൾ ബുദ്ധൻ്റെ നിർവ്വാണയെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ മലയാളികൾ പെട്ടെന്ന് നിർവ്വാണം എന്ന് പറയുമ്പോൾ ഷെഫ് പിള്ള എന്നുള്ളൊരു പേരിലേക്ക് വരുന്ന രീതിയിലേക്ക് അങ്ങനെ ഒരുപാട് രുചി വൈവിധ്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് മേഖലയിൽ പൊതുവേ വരുന്ന സമയത്ത് രുചികരമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഹോസ്പിറ്റാലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഞാൻ വളരെ ഭംഗിയായിട്ട് ദൂരെ നിന്ന് നോക്കിക്കാണുകയും അടുത്ത് നിന്ന് ഇപ്പോൾ ഈ നോക്കിക്കാണലും ഇതിൻ്റെ ഇൻബിറ്റ്വീൻ ഉണ്ടായിരുന്ന ആ സൗഹൃദം പോലും എനിക്കത് ശരിക്കും മനസ്സിലായിട്ട് എന്താണ് ഈ ഒരു മേഖലയിൽ ഇപ്പം നിന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഇനി കടന്നു വരാനായിട്ട് ഒരുപാട് ആൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ഒരുപാട് ആളുകൾ വരെയും പാതി വഴിയിൽ കെട്ടിപ്പൂട്ടി പോയ സംഭവങ്ങൾ പോലും ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ലോകത്തിൽ തന്നെ ഒരു അറിയപ്പെടുന്ന സോൾട്ട് മാൻ അദ്ദേഹത്തിൻ്റെ വലിയ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം ഇപ്പോൾ വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോയി എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു പ്രതാപത്തിലേക്ക് എത്തുന്ന സമയത്ത് ആൾക്കുണ്ടാകുന്ന ക്യാരക്ടർ ചേഞ്ച്, അതിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഈ ഗ്രോത്ത് ഓരോ തവണയും നമ്മൾ ഈ കാഴ്ചിരിക്കുന്ന മരം തലകുനിച്ചിരിക്കുന്നു പറഞ്ഞ പോലെ സുരേഷേട്ടനുണ്ടാകുന്ന ഗ്രോത്തിലെല്ലാം കൂടുതൽ ആളുകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സ്നേഹമാണ് ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഹോസ്പിറ്റാലിറ്റി, നമ്മൾ അതിഥി സൽക്കാരം എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു ഹോസ്റ്റ് ആയിരിക്കുക എന്നുള്ളത് ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങളൊരു വലിയ റെസ്റ്റോറൻറ്റോ ഹോട്ടലോ നടത്തുന്നതിലുപരി ഒരു മനുഷ്യൻ്റെ നമ്മളൊരു സാമൂഹ്യ ജീവിയാണെന്ന് ആദ്യം തിരിച്ചറിയുക. ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു സിവിലൈസായി അല്ലെങ്കിൽ പണ്ട് പച്ച മാംസം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കാട്ടുതീ വന്ന് വെന്ത ഇറച്ചി കഴിച്ചിട്ട് തീ കണ്ടുപിടിക്കുന്നു, പിന്നീട് പാകം ചെയ്യുന്നു. അങ്ങനെ പരിണമിച്ച് നമ്മളിപ്പോൾ ഒരു സൊസൈറ്റി ആയിട്ട് ജീവിക്കുന്ന കുറേ കൂട്ടം ജനങ്ങളാണ്. അപ്പോൾ അതൊരു സിവിലൈസ്ഡ് ആയിട്ടൊരു സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹം കൊണ്ടാണ് ഇത്രയും ടെക്നോളജിയും ഡെവലപ്മെൻറ്റ്സും എല്ലാം വന്നത്. ഒരു സിസ്റ്റം ആവുകയും നമുക്ക് പല സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഓരോ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കുക എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആണ്, ഇല്ലേ? ഇപ്പം 10 വർഷം മുമ്പ് മരിച്ചുപോയ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ അവർക്ക് ഒരുപക്ഷെ ഇപ്പം ഇന്നത്തെ ഈ ഒരു ടെക്നോളജിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനും വേഗത്തിലായിരിക്കും പുതിയ സംഭവങ്ങൾ വരിക. അപ്പോൾ ആ രീതിയിലൊരു സാമൂഹ്യ ജീവിയായ ഒരു മനുഷ്യൻ്റെ ഞാൻ കാണുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം നല്ലൊരു ഹോസ്റ്റ് ആവുക എന്നുള്ളതാണ്. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു അതിഥി എങ്ങനെ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സൗഹൃദത്തിനെ ഒരു അജണ്ടകളില്ലാതെ ബേസിക്കായിട്ട് ഒരു പണം പോലും ഇല്ലാതെ ഞാൻ ഈ യാത്രകളൊക്കെ ചെയ്ത് നമ്മൾ പറയാറുണ്ടല്ലോ, യാത്രകൾ ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ പഠിക്കുക. അത് കേരളത്തിലായാലും മറ്റ് പല സ്ഥലങ്ങളിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് സ്ഥലത്ത് പോകാൻ പറ്റിയിട്ടുണ്ട്. ഈ ബിസിനസ് സംബന്ധമായിട്ടും അല്ലാതെ പല സംഭവങ്ങളൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഒത്തിരി കൾച്ചർ ഒരു ഷെഫ് പിള്ളയാണ് വരുന്ന രീതിയിൽ എല്ലാം കാണാം, അതല്ലാത്തുള്ളവരെയും കാണാം. അപ്പോൾ ഇവിടെയൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു നല്ലൊരു ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ അധികം പണം കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷറി കാണിച്ചിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി അല്ല. ബേസിക് ഒരു വീട്ടിൽ വരുന്ന ഒരു അതിഥിക്ക് ആദ്യം നമ്മളൊരു വെള്ളമാണ് കൊടുക്കേണ്ടത്, അല്ലേ? അപ്പം വെള്ളം കൊടുക്കുന്നതിന് പകരം ഒരു കോഫി ഓർഡർ ചെയ്യുന്നതാണ്
ഫസ്റ്റ് ഹോസ്പിറ്റാലിറ്റി. Yes. അപ്പം ഒരു കോഫി കൊടുക്കാൻ ഇപ്പം നിങ്ങളിപ്പം ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് നമ്മളൊരു ചായ അല്ലെങ്കിൽ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുകയാണ്. ആ വെള്ളം കൊടുക്കാതെ അതിന് ചായയാണോ കാപ്പിയാണോ വേണ്ടത് എന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് ഇപ്പോൾ ചായയും കോഫിയും കൊടുക്കേണ്ട ഒരാളുണ്ടാവും. അവരുടെ അടുത്ത് പറഞ്ഞ ഊണ് കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഊണ് കഴിച്ചിട്ട് പോകേണ്ട ഒരാളുണ്ടാവും. അവരുടെ അടുത്ത് പറയും ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടേ പോകാൻ പറ്റുള്ളൂ. ആ രീതിയിലുള്ള നെക്സ്റ്റ് ലെവൽ, അതൊരു ബേസിക് ഹോസ്പിറ്റാലിറ്റി ഹോസ്റ്റായിട്ട് നിൽക്കുന്നവർക്ക് പല കാര്യങ്ങളും അവരുടെയൊക്കെ ലൈഫ് അവർ കൂടുതൽ ഹാപ്പിയാണെന്ന് ഞാനിങ്ങനെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, ആളുകളെ കണ്ട രീതിയിൽ. അപ്പം നല്ല ഹോസ്റ്റായിട്ടുള്ള ആൾക്കാരെ നമുക്കറിയാം. അപ്പോൾ ഒരു ബേസിക്കായിട്ട് ഒരു അജണ്ട ഇല്ലാതെ ഒരാളോട് ചിരിക്കാൻ പറ്റുക, അത് തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് മിനിമം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സിംപ്ലി ഒരാളെ കണ്ടിട്ട് ഇത്രയും സ്ട്രെസ്ഫുള്ളായിട്ട്, നമുക്കറിയില്ല അവർ ഏത് ലെവൽ ഓഫ്, അവർ ചിലപ്പോൾ സ്മൈൽ ചെയ്ത് വന്നാലോ അന്നത്തെ അവരുടെ വീട്ടിൽ ചിലപ്പം പ്രശ്നങ്ങളായിരിക്കാം, ജോലിയിൽ ചിലപ്പം വലിയൊരു സമ്മർദ്ദത്തിൻ്റെ ഇടയിലായിരിക്കാം. നമുക്കിതൊന്നും അറിയില്ല. ഇപ്പോഴത്തെ ഒരു മനുഷ്യർ ഇതൊക്കെ മറക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവരുടെ ഏത് രീതി വന്നാലും നിങ്ങൾക്കൊരു മിനിറ്റ് അയാളെ ഒരു ഹാപ്പി ആക്കാൻ ഒരു സ്മൈൽ കൊണ്ട് പോലും പറ്റും. അപ്പോൾ ആ രീതിയിൽ ഒരു ബീയിങ് ഹോസ്റ്റ്, അതാണ് നമ്മുടെ എൻ്റെ ഒരു ബേസിക്, ഞങ്ങളുടെ ഒരു ടീമിൻ്റെ അടുത്ത് പറയാം മിനിമം സംഭവം ഇതൊക്കെയാണ്. അപ്പോൾ പിന്നെ എൻ്റെ മാക്സിമം എവിടെയൊക്കെ പോവാം. അതാണ്. അതെ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ വാക്കുകൾ വളരെയധികം സൂക്ഷിക്കേണ്ട കുറേ കാര്യമുണ്ടല്ലോ. പലപ്പോഴും നമ്മൾ ഈ പറയുന്ന വാക്ക് സ്നേഹത്തോടു കൂടി നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ചില സമയത്ത് ഇപ്പോൾ ക്രൂവിൻ്റെ അടുത്ത്, നമ്മുടെ ടീമിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ദേഷ്യം പിടിക്കാറുണ്ട്. അല്ലെങ്കിൽ അപ്പോഴൊക്കെ ഏത് രീതിയിലായിരിക്കും അവരെ നമ്മുടെ കാര്യങ്ങളാണ് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പോകണം, ഏറ്റവും നല്ല രീതിയിലേക്ക് ഹോസ്പിറ്റാലിറ്റി കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് അതിന് ഏത് മെത്തേഡാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത്? അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത്. അങ്ങനെ ഇതാരും ചോദിച്ചിട്ടില്ല. ശരിക്കും ഇത് പറഞ്ഞ പോലെ ഇപ്പം ഞാനൊരു 1200ഓളം പേരടങ്ങുന്ന ഒരു ടീമിൻ്റെ ലീഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം പല രീതിയിൽ നമുക്ക് ടീമിനെ ലീഡ് ചെയ്യാം. നമുക്കൊരു ട്രസ്റ്റ് ബോണ്ട്, അത് എനിക്കറിയില്ല അത് എത്രത്തോളം എല്ലാവർക്കും പ്രായോഗികമാണ്. എനിക്ക് എൻ്റെ ഒരു അഭിമാനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് എനിക്ക് ഒരാളോടും ഷൗട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നാൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല എന്നല്ല, എല്ലാം വളരെ ഒരിക്കലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ സ്മൂത്തായിട്ട് വരില്ല. നമുക്ക് ദേഷ്യം വരുന്ന സന്ദർഭങ്ങളുണ്ടാകും, അല്ലെങ്കിൽ വളരെ തെറ്റാണെന്നുള്ളതുണ്ടാകും. എന്നാൽ പോലും ചില കാര്യങ്ങൾ നമുക്കതൊരു കൺട്രോൾ ചെയ്ത് കുറച്ചുകൂടെ ഒരു രീതിയിൽ ചെയ്താൽ, അപ്പോൾ അവരെ അത് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ അവരെ എന്തുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിലേക്ക് അവരെത്തപ്പെടുന്ന പല സംഭവങ്ങളുണ്ട്. പിന്നെ പർപ്പസ്ലി തെറ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ്ട് അല്ലെങ്കിൽ അവരെ അവഹേളിക്കാണ്ട് അത് ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പല നല്ല ഓർഗനൈസേഷനിലും വർക്ക് ചെയ്തിട്ടുണ്ട്, വളരെ മോശമായിട്ടുള്ള ഓർഗനൈസേഷനിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഏറ്റവും ചെറിയ തട്ടുകടയിലും വലിയ 5 നക്ഷത്ര ഹോട്ടലിലും ജോലി ചെയ്തതിൻ്റെ ഒരു അനുഭവത്തിൽ ഇതൊക്കെ പലതരം രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് നമ്മളെ കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആക്കാൻ പറ്റുക ഒരു ലീഡർഷിപ്പ് നിൽക്കുന്ന ആൾക്കാരുടെ എങ്ങനെ ഒരു പ്രശ്നത്തെ കാണുന്നു, ആ പ്രശ്നം ഒരു തെറ്റാണെന്ന് അറിഞ്ഞാൽ പോലും അത് വീണ്ടും ഒരിക്കൽ പോലും തെറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരെ മെൻറ്റർ ചെയ്യുന്നുണ്ട്, അല്ലെ അവരുടെ കംപ്ലീറ്റ് ആത്മവിശ്വാസം കളയാണ്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പം ഇത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് വളരെ പണം മുടക്കി അല്ലെങ്കിൽ വലിയ സമ്മർദ്ദത്തിൽ അതിൻ്റെ മേലെ ഇരിക്കുന്ന സമ്മർദ്ദം സഹിക്കാൻ പറ്റാണ്ട് അവരുടെ പ്രഷർ തിരിച്ച് തൊട്ട് താഴോട്ടങ്ങ് ഇട്ട് കൊടുക്കുന്നതാണ് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. അപ്പം ഇൻസ്റ്റെഡ് അതിന് പകരം അവിടെ നമ്മളുടെ ഒരു സംയമനം, അവിടെ നമ്മളുടെ ഒരു മെച്യൂരിറ്റി, അവിടെ നമ്മളുടെ ഒരു വിസ്ഡം ഒക്കെ എടുക്കാൻ പറ്റിയാൽ കാര്യങ്ങൾ കുറേ കൂടെ ബെറ്ററായിട്ട് പോകും എന്ന് എൻ്റെ സ്വന്തം അനുഭവത്തിൽ പറ്റിയിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞ ഒരു 2.5 years അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് 10-15 years ഞാൻ ജോലി ചെയ്ത് വന്ന സമയത്ത് ഒരുപാട് അവഹേളനങ്ങളും തെറിവിളികളും അല്ലെങ്കിൽ അതൊക്കെ കേട്ട് വന്ന ഒരാളാണ്. അപ്പോൾ അത് എൻ്റെ ഒരു രീതിയാണ്. നോർമലി അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങളെ അറിയാം, ഒരു ജൂനിയർ ഒരു സീനിയർ ആ ഒരു ഹൈറാക്കിയിൽ എന്തൊക്കെയാണോ സംഭവിക്കുക അതൊക്കെ കേട്ടോ. അപ്പം അത് നമ്മൾ തിരിച്ചത് കാണിക്കണ്ടല്ലോ. ഇപ്പോൾ റാഗിങ് എപ്പോഴും പറയുന്നത് ഞാൻ വന്നപ്പോൾ എന്നെ റാഗ് ചെയ്തു അതുകൊണ്ട് ഞാൻ റാഗ് ചെയ്യും എന്ന ആറ്റിറ്റ്യൂഡിന് പകരം നമുക്ക് അവഹേളിച്ച് നമ്മുടെ കൂടെ വരുന്ന ഒരാളെ അതിനെ ആവശ്യമില്ലാതെ അവരെ കുറച്ചുകൂടെ ബെറ്ററാക്കി കൊണ്ടുപോയാൽ അവർക്കുണ്ടാകുന്ന ഒരു ലോയൽറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അത് ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷെ അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ ആസ് എ ലീഡർഷിപ്പ്, അത് നിങ്ങളൊരു എംപ്ലോയർ ആവണമെന്നില്ല, നിങ്ങളുടെ തൊട്ട് താഴെയുള്ള സബോർഡിനേറ്റ്സിനോട് പോലും കാണിച്ചാലുണ്ടാകുന്ന ഒരു ഫൈനൽ പ്രൊഡക്ടിവിറ്റി ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നോർമലി ശബ്ദം തന്നെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശബ്ദം പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്ന വ്യക്തികളുടെ ഒരു സ്റ്റോറിയോടെ നമ്മളിതിലൂടെ ഷെയർ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഷെഫ് പിള്ള എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നാവിൽ വെള്ളം ഊറുന്ന രുചികരമായ ഭക്ഷണം തരുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദവും നമുക്ക് അത്രമേൽ ഹൃദ്യമാണ്, ആകർഷണീയമാണ്.
നമ്മൾ അത്രത്തോളം സ്നേഹത്തോടെ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ചേർത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇദ്ദേഹം ഫുഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് പലരും ചോദിക്കാറുണ്ട്, ചില ഫുഡുകൾ കഴിക്കാൻ പറ്റുമോ, ചില ഫുഡുകൾ കഴിക്കാൻ പാടില്ലേ എന്നുള്ള രീതിയിൽ, ശബ്ദത്തിന് ഏത് രീതിയിലാണ് അത് സ്വാധീനിക്കുക എന്നുള്ളത്. നോർമലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡയറക്റ്റായിട്ട് നമ്മൾ വോക്കൽ കോഡിനെ ഡയറക്റ്റായിട്ട് സ്വാധീനിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കോഫി പോലെയുള്ള ആളുകൾ കുടിക്കുന്ന സമയത്ത് നല്ലതാണ് കോഫി, ഇപ്പോൾ ബ്ലാക്ക് കോഫി ഒക്കെ കുടിക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണെങ്കിലും കോഫി, അതിന് പല പഠനങ്ങളും പറയുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു വേദിയിൽ പ്രസംഗിക്കാൻ പോവുക, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വോയിസ് ഓവറൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഈ കോഫി പോലെയുള്ളത് ഒഴിവാക്കണം എന്നത് പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫി നമ്മുടെ ബോഡിയിൽ അത്യാവശ്യം ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും. അപ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ വോക്കൽ കോഡും ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ ഒരു വോക്കൽ സ്ട്രെയിൻ വരും. അവിടെ ഈർപ്പം ഇല്ലാതെ വരുന്ന സമയത്തുണ്ടാകുന്ന പ്രോബ്ലം ഉണ്ടാകും. ആളുകൾ വിചാരിക്കും നമ്മൾ ഈ നന്നായിട്ട് സംസാരിക്കും, കുറച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. ഇത് ആക്ച്വലി 2 ഏരിയയിലൂടെയാണ് പോകുന്നത്, നമ്മുടെ ഇവിടെ ടച്ച് ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ ലേറ്റ് നൈറ്റൊക്കെ ആയിട്ട്. പക്ഷെ നമ്മളെ മലയാളികൾ ഇപ്പോൾ എല്ലാവരും ലേറ്റ് നൈറ്റാണ് ഭക്ഷണം കഴിക്കുന്ന, രുചികരമായ ഭക്ഷണങ്ങൾ തന്നെ തേടിപ്പോയി കഴിക്കുന്ന ആളുകളുമാണ്. പക്ഷേ ഈ ലേറ്റ് നൈറ്റൊക്കെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ആളുകൾ, എനിക്ക് തോന്നുന്നത് ഈ ഫുഡിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. വളരെ സ്പൈസി ആയിട്ടുള്ള ഫുഡ്സൊക്കെ നമ്മൾ ലേറ്റ് നൈറ്റ് കഴിക്കുമ്പോൾ രാത്രിയാവും, അപ്പം തന്നെ നമ്മൾ കിടന്നുറങ്ങുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചില അസ്വസ്ഥതകൾ, ത്രോട്ടിന് വരുന്ന അസ്വസ്ഥതകളാണ് നോർമലി ഈ പറഞ്ഞ പോലെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് വരാറ്. അല്ലാതെ നമുക്ക് ഇപ്പോൾ ദാസേട്ടനെ പറ്റി പറയുന്നത്, ദാസേട്ടൻ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ വളരെ കൃത്യനിഷ്ഠയുള്ള ഒരാളാണ്. ഇന്ന ഫുഡുകൾ കഴിക്കും, ഇന്ന കഴിക്കില്ല, തണുപ്പ് കഴിക്കില്ല. പക്ഷേ ദാസേട്ടൻ ഗാനഗന്ധർവനാണ്. അതേപോലെ തന്നെ ഒരു ലെജൻഡറി സിംഗറാണ് SPB. SPBക്ക് ഇതേപോലെ ഒരു കണിശതയില്ല. അദ്ദേഹം തണുത്തത് കഴിക്കും, ഐസ്ക്രീം കഴിക്കും, എല്ലാ തരത്തിലുള്ള ഭക്ഷണവും കഴിക്കുമെന്ന് പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം. പക്ഷേ ഇത് പല തരത്തിലാണ് ഓരോ ആളുകളുടെയും ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആവുന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ അതൊന്ന് ഒബ്സർവ് ചെയ്തതിന് ശേഷം ഏത് ഫുഡ് നമുക്ക് കഴിക്കാം, ഏതൊക്കെ ഫുഡ് ഒഴിവാക്കാം, ഈ ഗ്യാസ് ട്രബിളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അത്തരം ഫുഡുകൾ, നമ്മുടെ ഫുഡ് ഓർഡറുകളുടെ പ്രശ്നം കൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. അത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലേക്കുള്ള വോയിസും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓൾറെഡി നമ്മൾ വിചാരിക്കും നമ്മൾ ഈ ചേഞ്ച് മനസ്സിലാക്കില്ല. ശബ്ദമേഖലയിൽ നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ ശബ്ദം കൊടുക്കുക, നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കും. പക്ഷേ ഈ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാത്തതിൻ്റെ പുറത്ത് ശബ്ദം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. പിന്നെ അത് തിരിച്ചു പിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ ഒരേ സമയത്ത് കെയറും കൂടെ ചെയ്യുകയാണെങ്കിൽ അത്രയും ക്വാളിറ്റിയിൽ നമ്മുടെ വോയിസ് നിൽക്കും എന്നുള്ളതാണ്. ഈ സെഗ്മെൻറ്റിൽ എനിക്ക് അങ്ങനെ അത് പറയണം എന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒരേ സമയത്ത് രുചികരമായ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ നല്ലത് തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞു വെക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെയാണ് വെള്ളം, ഭക്ഷണത്തിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെയൊക്കെ പ്രധാനപ്പെട്ടതാണ് വെള്ളം. പ്രോപ്പറായിട്ട് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത്. കൃത്യമായ ഇൻ്റർവെല്ലിൽ നമ്മൾ വെള്ളം കുടിക്കുമ്പോഴൊക്കെ നമ്മുടെ ശബ്ദം നന്നായിട്ടിരിക്കും. അപ്പോൾ ഒരുപാടേറെ സന്തോഷമുണ്ട്, ഒരുപാട് തിരക്കുകളാണ്. ഇന്നിപ്പോൾ കാണുന്ന ഈ വ്യക്തിയെ ചിലപ്പോൾ നാളെ നമ്മൾ നോക്കുമ്പോൾ ദുബായിലായിരിക്കാം, അല്ലെങ്കിൽ ലണ്ടനിലായിരിക്കാം, അതല്ലെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് പറഞ്ഞ അദ്ദേഹം ഉദയ്പൂരിലാണ്. ഉദയ്പൂരിൽ ഒരു അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് പോയതായിരുന്നു, പോപ്പുലർ ഷെഫ് അവാർഡ് വേദിക അവരുടെ. അപ്പോൾ പോപ്പുലർ ഷെഫ് അവാർഡ് ഏറ്റുവാങ്ങി ലേറ്റ് നൈറ്റ് 3 മണിക്ക്, പുലർച്ചെ 3 മണിക്ക് വന്ന് അദ്ദേഹം ഇവിടെ എത്തിയിട്ട് കൊച്ചിയിലെത്തിയതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് പോലും വന്നിരിക്കുന്നത്. അങ്ങനെ ഓടി നടക്കുമ്പോഴും എനർജറ്റിക്കായിട്ട്, ഈ എനർജി നഷ്ടപ്പെടാതെ ഈ ചിരിച്ച മുഖത്തോടു കൂടിയിട്ടാണ് എല്ലാവരും ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം സെലിബ്രിറ്റികൾക്കും അല്ലാത്ത എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഷെഫ് പിള്ള. നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിൽ, ആദ്യത്തെ ഈ സെഗ്മെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഷെയർ ചെയ്യാനായിട്ട് കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഇനി ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാം എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ സുരേഷനോട് ചോദിക്കുകയാണ്, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ ഒരുപാടിടങ്ങളിൽ യാത്ര ചെയ്തു. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷസ് ഈ 30 വർഷത്തിനിടയിലുള്ള അനുഭവങ്ങളിലൂടെ കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് ഏതാ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ചിലപ്പോൾ ഒന്ന് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് വരാം ചിലപ്പോൾ. പക്ഷെ അങ്ങനെ നോട്ട് ചെയ്ത, അല്ലെങ്കിൽ അങ്ങനെ വീണ്ടും വീണ്ടും മനസ്സിൽ ഓർമ്മ വരുന്ന, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന, നാവിൽ ഒരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വരുന്ന രീതിയിലേക്കുള്ള എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടോ? ശരിക്കും ഈ പറഞ്ഞ പോലെ ഒരുപാട് യാത്ര ചെയ്ത് കാരണം ഒരുപാട് സ്ഥലങ്ങളിലെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പം ഓരോ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അപ്പം ഇന്നലെ ഞാൻ രാജസ്ഥാനിൽ പോയി പലപ്പോഴും ഭക്ഷണം കഴിച്ചിട്ടുള്ള, എനിക്ക് രാജസ്ഥാനി ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ യെസ്റ്റർഡേ ഞങ്ങൾക്കൊരു റോയൽ ലഞ്ച്
ഞങ്ങൾക്ക് ആ അവാർഡിൻ്റെ തീരുമാനമായിട്ട് ഒരു വലിയൊരു താലിക്കകത്ത് അവിടുത്തെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വെജിറ്റേറിയൻ സ്പെഷ്യലി ക്യൂറേറ്റഡ് മെനു ആയിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് വന്നപ്പോൾ എനിക്ക് ആദ്യം വരുന്ന ഏറ്റവും ലാസ്റ്റ് കഴിച്ച ഭക്ഷണം തന്നെയാണ്. കാരണം ഓരോ സമയത്തും ഒരു ഷെഫ് എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഭക്ഷണത്തിനൊരു ചരിത്രമുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭക്ഷണം, അല്ലെങ്കിൽ അത് മറ്റൊരു സ്ഥലത്തെ ഒരു ഭക്ഷണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ ഫുഡ് ചരിത്രമായിട്ട് അവിടുത്തെ ലഭ്യതയൊക്കെ അനുസരിച്ചിട്ട്, അല്ല ആളുകളുടെ രീതി അനുസരിച്ചിട്ട് ഉരുത്തിരിഞ്ഞു വന്ന ഒരു രീതിയാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ആ ഭക്ഷണത്തെ ഒരു ഭയങ്കര ഒരു റെസ്പെക്റ്റായിട്ട് ഒരു ന്യൂലി ക്രിയേറ്റ് ചെയ്തൊരു ഫ്യൂഷൻ ഫുഡിനെ ചിലപ്പോൾ എനിക്കത് പറയണമെന്നില്ല. അല്ല ഇപ്പം എനിക്ക് പെട്ടെന്ന് ചോദിച്ചപ്പം പറയാൻ പറ്റിയത് തന്നെ ഇന്നലെ കഴിച്ച കുറേ വെജിറ്റബിൾ ഇതുവരെ കഴിക്കാത്ത, ആദ്യം തന്നെ എനിക്കൊരു സാലഡ് അല്ല ഒരു കറി പോലെ ഒരു സംഭവമാണ്. അത് നോക്കുമ്പം അത് ഏത് വെജിറ്റബിളാണെന്ന് ആ ഷെഫ് മെനു ഒക്കെ ഉണ്ട്, ഞാൻ പക്ഷേ അത് പെട്ടെന്ന് നോക്കിയില്ല, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുന്നില്ല. എന്നാൽ നല്ല രസമുള്ളൊരു പച്ചക്കറി. അപ്പോൾ ഞാൻ എൻ്റെ കൂടിയിരുന്ന ഷെഫ്, ഞങ്ങൾ കുറേ ഒരു 30 മെമ്പർ ഓഫ് ഷെഫ്സിന് തന്ന ഒരു ഡിന്നറാണ്, അല്ല ലഞ്ചാണ്. അപ്പോൾ നോക്കുമ്പോൾ അത് പച്ച തക്കാളിയുടെ ഒരു കറിയാണ്. അപ്പോൾ പച്ച തക്കാളി അത് എന്ത് വെജിറ്റബിളാണെന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ തക്കാളിയുടെ നമുക്കറിയാം സ്വാഭാവികമായിട്ടൊരു പുളിയുണ്ട്. അപ്പോൾ അതിനുശേഷം പലതരം അച്ചാറുകൾ. അപ്പോൾ ഫസ്റ്റ് കോഴ്സ് ഒരു സ്പെഷ്യൽ ബാഗറി ഒരു റൊട്ടി, എന്തോ ഒരു ആ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല. അപ്പോൾ ഒരു റൊട്ടിയും ഈ ഒരു സബ്ജിയും കൂടാണ് ആദ്യം കഴിച്ചു തുടങ്ങുന്നത്. അങ്ങനെ അത് മെമ്മറി വെച്ചാൽ ഇന്നത്തെ മെമ്മറി, അല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ എൻ്റെ മെമ്മറി അതാണ്. അൺലെസ് ഞാൻ വേറെ ഇപ്പോൾ നാടൻ ഇവിടെ കേരളത്തിൽ വന്ന് കഴിക്കുന്നത് നമുക്ക് നമ്മുടെ സ്വാഭാവികമായ ഭക്ഷണമാണ്. അപ്പം ഓരോ സമയത്ത് ഓരോ സ്ഥലത്ത് പോയി കഴിച്ചതിന് എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റോറിയുള്ള, അല്ലാതെ ഏറ്റവും അമേസിംഗ് ആയിട്ട് ഞാൻ എല്ലാത്തിനും അതിനെ ഒരു ഷെഫ് എന്ന നിലയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ചരിത്രം മനസ്സിലാവും. അപ്പോൾ ഒരു പെട്ടെന്നൊരു ദൂരെയുള്ള ഒരാൾ കേരളത്തിൽ വന്നു ഭയങ്കര എരിവുള്ള ഒരു കുടംപുളിയിട്ട് ഒരു മീൻകറി കഴിച്ചാൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു സ്പൈസിയോ ആ ഒരു പുളിയോ ചിലപ്പോൾ അയാൾക്ക് പറ്റണമെന്നില്ല. പക്ഷെ അതിങ്ങനെയാണ്, ഇതിവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു പുളി സ്മോക്ക് ചെയ്ത ഒരു കുടംപുളി അല്ല അടുപ്പിൻ്റെ മേലെയൊക്കെ വെച്ചിട്ട് മുളകും ഉലുവയൊക്കെ താളിച്ച ആ ഒരു മത്തിയുടെ ഒരു കറി വെച്ചിട്ട് കപ്പയോട്ട് കഴിക്കുന്നത് കാണുമ്പോൾ അവരൊക്കെ സംബന്ധിച്ച് ചിലപ്പോൾ അത് ഫസ്റ്റ് വേറെ രീതിയാണ്. നേരെ മറിച്ച് ഇതിൻ്റെ ഒരു ചരിത്രം അനുസരിച്ച് കഴിച്ചാൽ അവർ ചിലപ്പോൾ ആസ്വദിച്ച് കഴിച്ചു. ആ രീതിയിൽ ഫുഡ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ്. ഇപ്പം ഞാനതിനെ നമ്മളൊരു ഭയങ്കര ഇപ്പോൾ ഒരു ഷെഫായതും ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഒരു ഡിവൈൻ ലെവലിലാണ് ഓരോ ഫുഡിനെയും ഉണ്ടാക്കുന്നവരെയും കാണുമ്പോൾ എൻ്റെ ഒരു ഉള്ളിലൊരു ഫീൽ. ഇപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. സ്നേഹം കൊണ്ടും രുചികരമായ ഭക്ഷണം കൊണ്ടും അതുപോലെ തന്നെ ശബ്ദം കൊണ്ടും നമ്മുടെ മലയാളികളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ള ഷെഫ് പിള്ളയായിരുന്നു നമ്മുടെ ചാറ്റിംഗ് വിത്ത് വോയിസ് ബഡ്ഡിയുടെ ആദ്യ എപ്പിസോഡിൽ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചത്. ഇതുപോലെ തന്നെ ശബ്ദം പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന പല മേഖലയിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ, പ്രസക്തരും അപ്രസക്തരുമായ, അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നവരുണ്ടാവും, അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ വ്യക്തിത്വങ്ങളുണ്ടാവും, ശബ്ദം കൊണ്ട് നമുക്ക് സുപരിചിതമായ അങ്ങനെയുള്ള ആളുകളെയും കൂടെ വോയിസ് ബഡ്ഡിയുടെ ഈ ചാറ്റിംഗ് വിത്ത് വോയിസ് ബഡ്ഡിയിലൂടെ തുടർന്നുള്ള എപ്പിസോഡിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പം ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതറുന്നു. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം സുരേഷ്. താങ്ക് യു. Chatting with Voice Buddy. Speak from the heart. Share your story.